ഏറ്റുമാനൂർ നഗരസഭ വൈസ് ചെയർമാനെതിരെ യുഡിഎഫിന്റെ അവിശ്വാസം. കേരള കോൺഗ്രസ് വിഭാഗത്തിലെ കെ.ബി. ജയമോഹനെതിരെ സ്വന്തം പാർട്ടി തന്നെയാണ് അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നിരിക്കുന്നത്. 12 അംഗങ്ങൾ ഒപ്പിട്ട നോട്ടീസിൽ അവിശ്വാസ പ്രമേയ അവതരണത്തിനുള്ള കാരണം വ്യക്തമാക്കിയിട്ടില്ല. ഈ മാസം 14-നാണ് അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്ക് വെക്കുന്നത്. യുഡിഎഫ് ഭരിക്കുന്ന ഏറ്റുമാനൂർ നഗരസഭയിൽ കെ.ബി. ജയമോഹനെ വൈസ് ചെയർമാൻ സ്ഥാനത്ത് നിന്നും പുറത്താക്കാൻ യുഡിഎഫ് ജില്ലാ നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം നഗരസഭ യുഡിഎഫ് കൗൺസിലർമാർ അവിശ്വാസ പ്രമേയ അവതരണത്തിന് അനുമതി തേടി. 35 അംഗങ്ങളുള്ള ഏറ്റുമാനൂർ നഗരസഭയിൽ 12 അംഗങ്ങളാണ് യുഡിഎഫിനുള്ളത്. നിലവിൽ ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റിയുടെ ഭരണ ചുമതല യുഡിഎഫിനാണ്. കേരള കോൺഗ്രസ് വിഭാഗത്തിൽ 2 അംഗങ്ങളാണ് നഗരസഭയിൽ പ്രതിനിധികൾ ആയിട്ടുള്ളത്. കേരള കോൺഗ്രസിന് 6 മാസമാണ് വൈസ് ചെയർമാൻ സ്ഥാനം എന്നതായിരുന്നു യുഡിഎഫിലെ ധാരണ. യുഡിഎഫ് ഭരണസമിതി ചുമതലയേറ്റ അന്നു മുതൽ കെ.ബി. ജയമോഹനാണ് വൈസ് ചെയർമാൻ സ്ഥാനത്തിരിക്കുന്നത്. 3.5 വർഷം ജയമോഹൻ വൈസ് ചെയർമാൻ സ്ഥാനം പിന്നിട്ടു. ഇതിനിടെ ജയമോഹനെ വൈസ് ചെയർമാൻ സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യാൻ കേരള കോൺഗ്രസ് നേതൃത്വം ശ്രമം നടത്തിയെങ്കിലും ജയമോഹൻ സ്ഥാനമൊഴിയാൻ വഴങ്ങിയില്ല. 6 മാസ കാലാവധി എന്നതും രാജിവെക്കാൻ പാർട്ടിയുടെ അധികാരപ്പെട്ട ആരും ലെറ്റർ ഹെഡിൽ തനിക്ക് കത്ത് നൽകിയിട്ടില്ലെന്നും ജയമോഹൻ ആരോപിച്ചു. 12 യുഡിഎഫ് അംഗങ്ങൾ ഒപ്പിട്ട അവിശ്വാസ പ്രമേയ നോട്ടീസിൽ തനിക്കെതിരായി ഒരു ആരോപണവും ഉന്നയിച്ചിട്ടില്ലെന്നും ഭരണസമിതിയുടെ ജനവിരുദ്ധ നയങ്ങൾക്കും അഴിമതിക്കും കൂട്ടുനിൽക്കാൻ തയ്യാറാകാത്തതാണ് തനിക്കെതിരായ അവിശ്വാസ നീക്കത്തിന് കാരണമെന്നും ജയമോഹൻ പറഞ്ഞു. എന്തുകൊണ്ടാണെന്ന് കൃത്യമായി എനിക്കും പിടിയില്ല. പിന്നെ പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്തു എന്നുള്ളതൊക്കെയാണ് പത്രത്തിൽ നിന്ന് മനസ്സിലാക്കിയത്. അതിൻ്റെ കാര്യം ഞാൻ ചെയർപേഴ്സണായിട്ട് ഒരു അവിശ്വാസത്തിൽ LDFിൻ്റെ നിന്ന് ആ അവിശ്വാസത്തെ പിന്തുണച്ചു എന്നുള്ള ഒരു കാരണമാണ് ഇവർ കാണിക്കുന്നതെന്നാണ് ഞാൻ പത്രവാർത്തയിലൂടെ മനസ്സിലാക്കിയിരിക്കുന്നത്. പക്ഷേ നഗരസഭയുടെ ഭരണപരമായ പല കാര്യങ്ങളും ചെയർപേഴ്സൻ്റെ തീരുമാനങ്ങൾ തെറ്റായിട്ട് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ എൻ്റെ പേഴ്സണൽ അഭിപ്രായ പ്രകാരം അന്ന് കൂടിയ കമ്മിറ്റിയിൽ കയറി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ അത് നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാവുന്ന വിഷയവും തന്നെ ആയതുകൊണ്ട് ഞാനതിന് ജനങ്ങളുടെ പക്ഷത്ത് നിന്ന് കാണുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ പാർട്ടിയിൽ പല കാര്യങ്ങളിലും എനിക്ക് ഭിന്ന അഭിപ്രായങ്ങളുണ്ട്. എന്നുവെച്ചാൽ തെറ്റായിട്ട് നിയമപരമായ കാര്യങ്ങൾ കൊണ്ട് ഞാൻ എതിർക്കാറുണ്ട്. അത് ഇവർക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്ന് മാത്രമേ ഇപ്പോൾ പറയാൻ കഴിയുള്ളൂ. ഈ ഇപ്പോഴത്തെ ഭരണസമിതിയുടെ ഒരു പ്രസ്റ്റീജിയസ് വിഷയമായിരുന്ന നമ്മുടെ ഷോപ്പിംഗ് കോംപ്ലക്സ് അത് കഴിഞ്ഞ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്താത്തതിൽ ഒരു വിരോധമാണെന്ന് പറയപ്പെടുന്നുണ്ട്. അങ്ങനെ കരുതുന്നു. ഞാനും അങ്ങനെ തന്നെ അത് വിശ്വസിക്കുന്നു. ചോദിച്ചു കഴിഞ്ഞാൽ ഞാനത് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും കഴിഞ്ഞ ഒരു 10 വർഷം കാലം എങ്ങാണ്ടായിരുന്നു തോന്നുന്നു ആ ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ നിർമ്മാണം തുടങ്ങിയത്. സ്വപ്ന പ്രോജക്റ്റ് എന്ന് പറഞ്ഞ് കാണിച്ചിരുന്ന ഷോപ്പിംഗ് കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ബഡ്ജറ്റിൽ നിന്ന് കഴിഞ്ഞ തവണ ഒഴിവാക്കുകയും അത് ഈ പ്രാവശ്യം പ്രോജക്റ്റിലേക്ക് ഉൾപ്പെടുത്താതിരിക്കുന്നതിന് കാരണമായിട്ടുണ്ട്. അതും ഇതിന് ഒരു കാരണമായിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പല അഴിമതികളും അതിന് പുറകിൽ നടന്നിട്ടുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്ന ഒരു വിഷയമാണ്. ഇപ്പം പാർട്ടി നേതൃത്വം ആവശ്യപ്പെട്ടിരുന്നു, രേഖാമൂലം കത്ത് നൽകിയിരുന്നു എന്നാണ് പറയുന്നത്. 6 മാസത്തേക്കായിരുന്നു ചെയർമാൻ കാലാവധി കേരള കോൺഗ്രസിന് ലഭിച്ചിരുന്നത്. അപ്പോൾ ഇപ്പം 3.5 വർഷത്തോളം പിന്നിടുകയാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് കത്ത് നൽകിയിരുന്നു. പക്ഷേ വൈസ് ചെയർമാൻ അതിന് മറുപടി നൽകിയില്ല. ഉചിതമായ മറുപടി നൽകുകയോ അല്ലെങ്കിൽ അതിൽ ആവശ്യപ്പെട്ട പ്രകാരം രാജിവെക്കാനോ തയ്യാറായിട്ടില്ലെന്നാണ് പാർട്ടി നേതൃത്വം പറയുന്നത്. പാർട്ടിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു നടപടി എങ്ങനെയാണ് കാണുന്നത്? നിയോജക മണ്ഡലം പ്രസിഡന്റ് എന്ന പേരിൽ ബിനു ചെങ്ങള എന്ന് പറഞ്ഞ ആൾ പുള്ളിക്കാരൻ തന്നെ തയ്യാറാക്കി എന്ന് പറയുന്ന ഒരു കത്ത് എനിക്ക് അയച്ചിട്ടുണ്ട്. അതിൽ പാർട്ടിയുടേതായ ഒരു സിമ്പലോ സീലോ ഒന്നും തന്നെ കാണുന്നില്ല. അപ്പം അതിനെ ചോദ്യം ചെയ്ത് ഞാൻ അയാളെ വിളിച്ചിരുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ തന്നിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോഴേക്കും ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ചെയ്തു തന്നാൽ പുള്ളിയത് എനിക്ക് മറുപടി തന്നത്. അപ്പം വേറെ എവിടുന്നും ഇനി എന്നോട് ഇത് പറയാൻ പറഞ്ഞിട്ടുമില്ല. പിന്നെ 6 മാസക്കാലം എന്ന് പറയുന്നത് എഗ്രിമെൻറ്റ് ആരുമായിട്ടുള്ളതാണെന്ന് എനിക്കൊരു പിടിയില്ല. ഞാനുമായി അങ്ങനെ ഒരു എഗ്രിമെൻറ്റോ കാര്യങ്ങളോ ഒന്നും വെച്ചിട്ടില്ല. യുഡിഎഫ് ഭരണസമിതിയുടെ സ്വപ്ന പദ്ധതിയായ ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണം താൻ എതിർക്കുന്നതും തനിക്കെതിരായ നീക്കത്തിന്റെ പ്രധാന കാരണമാണെന്നും ജയമോഹൻ ചൂണ്ടിക്കാട്ടി. 12 അംഗങ്ങളുള്ള യുഡിഎഫ് 3 സ്വതന്ത്രരുടെ പിന്തുണയോടെയാണ് നഗരസഭാ ഭരണം നടത്തുന്നത്. ഒരു സ്വതന്ത്രൻ ഉൾപ്പെടെ 13 പേരാണ് LDFിലുള്ളത്. BJPക്ക് 7 അംഗങ്ങളും 35 അംഗ ഭരണസമിതിയിൽ 18 പേരുടെ വോട്ട് ലഭിച്ചാൽ മാത്രമേ അവിശ്വാസ പ്രമേയം പാസ്സാകൂ. ഇതിന് LDFിന്റെയോ BJPയുടെയോ വോട്ട് കൂടിയേ തീരൂ. എന്നാൽ BJP വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിൽക്കുവാനാണ് സാധ്യത. അവിശ്വാസ പ്രമേയം പാസ്സായാൽ സ്വതന്ത്രരെ കൂട്ടി ഭരണം പിടിച്ചെടുക്കാമെന്ന പ്രതീക്ഷ LDFിനുമുണ്ട്. മുമ്പ് നഗരസഭാ അധ്യക്ഷക്കെതിരെ LDF അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നിരുന്നെങ്കിലും പരാജയപ്പെട്ടിരുന്നു. അന്ന് ചെയർപേഴ്സണെതിരായി വൈസ് ചെയർമാൻ ജയമോഹൻ വോട്ട് ചെയ്തിരുന്നു. i4U ന്യൂസ്, ഏറ്റുമാനൂർ.